ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈസു ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ തൂക്കുമ്പോൾ തന്നെ മാറാലകൾ മടിക്കാറുണ്ട്. ഇവിടെ ഒന്നരാടം കൂടുമ്പോഴത്തേക്കിനും മാറാലകൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പിന്നെ തൂക്കുമ്പോഴത്തേക്കിനും അടിക്കുമ്പോഴത്തേക്കിനും ആ ജോലി അങ്ങ് പോകുമല്ലോ. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതിൻ്റെ സമയം മെനക്കെടണം. അതുകൊണ്ട് തൂക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും. പിന്നെ മോളുണ്ടായതുകൊണ്ട് കസാരകളെല്ലാം അവിടെ ഇവിടെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എനിക്കൊരു എക്സ്ട്രാ ജോലിയായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, കളിപ്പാട്ടങ്ങളും അതെല്ലാം നമുക്ക് മാറ്റി വെക്കണം. കളിപ്പാട്ടങ്ങളുടെയൊക്കെ അതാത് സ്ഥലത്തൊക്കെ എടുത്ത് മാറ്റി വെക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പണി നമുക്ക് വൈകുന്നേരങ്ങളിൽ കാണും. പിന്നെ കസാര എനിക്ക് ആ ഒരു സൈഡിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കാൻ പറ്റൂല. മോള് കസാരയുടെ മണ്ടേ കയറിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടേ കയറിയിരുന്ന് ഡാൻസ് കളിയും ടി വി ഒക്കെ എടുക്കും, സ്വിച്ചൊക്കെ ഓഫ് ചെയ്യും. അങ്ങനത്തെ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു മാറ്റിയാണ് വെക്കുന്നത്. കുറച്ച് കസാരകൾ റൂമിനകത്തുണ്ട്. അതിന് പിന്നെ എനിക്കൊരു തട്ട് പണിഞ്ഞ് തന്നെയാണ്, റിമോട്ടൊക്കെ വെക്കാൻ വേണ്ടി വെച്ച് തന്നെയാണ് ടി വിയുടെ. ഞാനതിനകത്ത് റിമോട്ട് മാത്രം ഒഴിച്ചു, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്നുണ്ട്. ചീപ്പും ബ്രഷും പേസ്റ്റും എല്ലാം അവിടെ ആയിരിക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. നനഞ്ഞ തുണിയെടുത്താണ് തുടയ്ക്കുന്നത്. അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. അപ്പം ഒരുമാതിരി കിടന്നതായിരുന്നു. കുറച്ച് പണി ഉണ്ടായിരുന്നു. ഫുൾ ക്ലീനിങ് എന്നും പറഞ്ഞായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് മോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അവളെ എടുക്കണം. അപ്പം ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ടി വിയിൽ കാർട്ടൂൺ ഇട്ട് കൊടുക്കും. പിന്നെ മൊബൈലിലൊന്നും അവൾക്ക് അങ്ങനെ കാണണമെന്നൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഹാളിൽ തന്നെ ഉള്ള ഒരു ജനലാണ്. ഇവിടെ ഞാൻ പ്ലാന്റ്സ് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ജനലും ഒന്ന് തുടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് ടേബിളും അത്യാവശ്യം തുടയ്ക്കുന്നുണ്ട്. ഈ ഡൈനിങ് ടേബിളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന വാൾപേപ്പറാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും മോള് പിന്നെയും കസാരകളിൽ കയറാൻ തുടങ്ങി. അതിൽ ഞാൻ എടുത്ത്, കാരണം ഇനിയും ഞാൻ താഴെ ഇറക്കി കഴിഞ്ഞാൽ മോള് കസാരയിൽ കയറി അതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ കയറും. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് വാഷ് ബേസിൻ്റെ അവിടെ കഴുകാനുണ്ടായിരുന്നു. അത് ഞാൻ ഡെയിലി തന്നെ ഈവനിങ്ങിൽ തന്നെ തൂക്കുമ്പോൾ തന്നെ ഞാനത് കഴുകി വെക്കാറുണ്ട്. പിന്നെ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വെള്ളം മാറ്റുന്നുണ്ട്. വെള്ളം മാറ്റുന്നതിൻ്റെ കാരണം ഞാൻ ഈ വെള്ളം 2 ദിവസം കൂടുമ്പോൾ മാറ്റും. കാരണം ഇവിടെ ഹെൽത്തിലെ ആൾക്കാർ മിക്കപ്പോഴും ചെക്കിങ്ങിന് വരും. അപ്പം അകത്തെ പ്ലാന്റ്സ് വെള്ളം മാറ്റിയിട്ടുള്ളതെന്ന് എല്ലാ ദിവസവും ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും 2 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 3 ദിവസം കൊണ്ട് ഞാനത് മാറ്റാറുണ്ട്. വാഷ് ബേസ് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതും ഞാനത് ചെയ്യാറുണ്ട്. പിന്നെ ഹാളിലെ പരിപാടിയെല്ലാം തീർന്ന് ഇനി റൂമാണ്. ചിലന്തി വല അടിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തൂത്ത് മാറ്റി അടുക്കളയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിൽ അത്യാവശ്യം അടുക്കി പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഹാളിൽ ഇരുന്ന ടി വി സ്റ്റാൻഡായിരുന്നു പണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളത് റൂമിൽ കൊണ്ടുവന്ന് ഹാളിൽ വരുന്ന സമയത്ത് ഇടുങ്ങിയിരുന്നതായിരുന്നു. കാരണം ഹാളിൽ സ്പേസ് കുറവായിരുന്നു. ഡൈനിങ് ടേബിളും അത്യാവശ്യം ഇച്ചിരി വലിയ ഡൈനിങ് ടേബിൾ ആയതുകൊണ്ട് ഇതും കൂടി വന്നതുകൊണ്ട് നമുക്ക് ചെയർ ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഈ ടി വി വർക്കാവുന്ന ടി വി ആയിരുന്നു. പക്ഷേ ടി വി ഉപയോഗിക്കാതിരുന്ന് അത് വർക്കാവുന്നില്ല. ഇനി അതൊക്കെ കടയിൽ കൊണ്ടുപോയി ശരിയാക്കണം. കൊണ്ട് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അത്യാവശ്യം ഒരു ടി വി ഉണ്ടല്ലോ. ഇതെനിക്ക് അത്താൻ്റെ അവിടുന്ന്, അത്താന്ന് വെച്ചാൽ എൻ്റെ വാപ്പ എനിക്ക് തന്ന ടി വിയാണ്. ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഒരു ടി വി ഹാളിൽ ഉണ്ടായതുകൊണ്ട് വെറുതെ നമ്മൾ റൂമിനകത്ത് ആക്കണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് കംപ്ലൈൻ്റായി, ശരിയാക്കണം. പിന്നെ അത്യാവശ്യം ഈ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ മണ്ടയിൽ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മോളുടെ മരുന്ന് പെട്ടി, കുറച്ച് മരുന്ന് കുഞ്ഞിലെ കൊടുക്കുന്ന മരുന്നെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഇനി ഇല്ലായിരുന്നു. കാരണം ഈ ഇടയ്ക്ക് പനി വന്നപ്പം വീണ്ടും നമുക്ക് മരുന്ന് കിട്ടി. അപ്പോൾ ഇനി അത്യാവശ്യം വേണ്ടുന്ന ചുമയുടെ മരുന്നും പനിയുടെ മരുന്നും അങ്ങനത്തെ അത്യാവശ്യം മരുന്നുണ്ട്. പഴയ മരുന്നെല്ലാം ഞാനൊരു കവറിനകത്ത് കെട്ടി വെക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് വേണ്ടാത്ത സാധനങ്ങളും എല്ലാം മാറ്റി ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴുകാനുള്ള തുണിയും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകാനിട്ട്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ വിരിച്ചിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പുതിയ ബെഡ്ഷീറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ കുടനെ വിരിച്ചിടാൻ വേണ്ടിയായിരുന്നു. ഇപ്പോഴത്തെ റൂമിലെ ഒരുവിധം ജോലിയെല്ലാം ഒതുങ്ങി. കാരണം ഇനി തൂത്താൽ മാത്രം മതി.
വേറെ പണിയൊന്നുമില്ല റൂമിലെ ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞാൽ ടി വി സ്റ്റാൻഡ് ഒതുക്കൽ തന്നെയാണ്. എന്ന് വെച്ചാൽ അത് എന്നിട്ട് ഞാൻ മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ടി വി സ്റ്റാൻഡ്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പൊടികളെല്ലാം പറ്റിയിരിക്കുന്നു, സാധനങ്ങളെല്ലാം മാറ്റി അങ്ങനെ ചെയ്തിട്ടുള്ളൂ. മോള് ഈ ഒരു ടൈമിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മയില്ലായിരുന്നു, ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു. ഉമ്മ പുറത്തോട്ട് പോയതായിരുന്നു. മോള് പിന്നെ കുഴപ്പമില്ല, സഹകരിക്കാനായാലും ഞാൻ ജോലി ചെയ്താലും അങ്ങനെ പിടിവാശി അങ്ങനെയൊന്നും വലുതായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ചെയ്യാനും എളുപ്പമാകും. പിന്നെ ഈ ബെഡിൽ തന്നെ കിടക്കുന്ന ഒരു കട്ടിലും അതും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിപ്പോൾ അപ്പുറത്തെ റൂമിലൊരു കട്ടിലുണ്ട്, ഇപ്പുറത്തെയും ഒരു കട്ടിലുണ്ടായതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ ചേർത്ത് വെച്ചിരിക്കുക. ഇനി ഫ്രണ്ടിലോട്ട് വീട് കെട്ടുമ്പോൾ നമുക്ക് കട്ടിൽ യൂസ് ചെയ്യാൻ വെക്കാം എന്നുള്ള രീതിയിലാണ്. പിന്നെ അത്യാവശ്യം നല്ല പൊടിയും ഫുൾ ക്ലീനിങ് ആയതുകൊണ്ട് പൊടിയും കുറച്ച് മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മാറ്റുന്നുണ്ടായിരുന്നു. ഇനി വേറെ പണിയെന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, പിന്നെ അടുക്കളയും തൂക്കണം, പിന്നെ തറയൊന്ന് ജസ്റ്റ് തുടയ്ക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ പണി. അന്നേരത്തേക്കിനും എൻ്റെ കൂട്ടുകാരി ഇന്ദു വിളിച്ച്. അപ്പം അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ജോലിയെല്ലാം പെട്ടെന്ന് കഴിയുന്നത്. കാരണം അവളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ജോലികൾ ചടപടാന്ന് പറഞ്ഞങ്ങ് തീർന്നു പോകും. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പാത്രം എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കലത്തെ ഞാൻ ഫുഡ് കഴിച്ച പാത്രം കഴുകിയില്ലായിരുന്നു. അത് മടി കാരണം എടുത്ത് മാറ്റി വെച്ചാൽ. പക്ഷെ ഞാൻ സാധാരണ അപ്പം ഉള്ള പാത്രം അപ്പം കഴുകി വെക്കുന്നതായിരുന്നു. ഇച്ചിരി മടി ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ എളുപ്പം നമ്മൾ ഉള്ള പാത്രം അപ്പം കഴുകി വെച്ചാൽ നമുക്ക് പിന്നെ ആ ഒരു ജോലി കാണത്തില്ല. പിന്നെ ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല. പാത്രവും കഴുകി വെച്ച് കഴിഞ്ഞാൽ തറ തുടയ്ക്കുക. തറയും തുടച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇനി മോൾക്ക് ഫുഡ് കൊടുക്കണം. മോളെ ഒന്ന് മേലെ എഴുതിപ്പിച്ച് കഴിഞ്ഞിട്ട് മോൾക്ക് ഫുഡ് കൊടുക്കണം. ഞാനും പോയി ഒന്ന് കുളിക്കണം. ഇത് തന്നെയാണ് ഇനി ഉള്ള ജോലി. വേറെ ജോലിയൊന്നുമില്ല. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.